ഞാൻ വളരെ സന്തോഷഭരിതനായ ഒരു അധ്യാപകനാണ്. 2047 ഇന്ത്യ വിൽ ബി ലെഡ് ബൈ വിമൻ. അപ്പോൾ ടെൻഷൻ വന്നാൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്പീഡിൽ ഓടുക. മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇനി കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പോകുക. ബുദ്ധിയും ശക്തിയും നമുക്കുള്ള രണ്ട് കാര്യങ്ങളാണ്. എനിവൺ ക്യാൻ ബി ടോട്ട് എനിത്തിങ്. അപ്പം നിങ്ങൾ ChatGPT ഉപയോഗിക്കാറുണ്ടോ? എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അടുത്തിരിക്കുന്നവരടുത്ത് ചോദിക്കും. ഇൻ ദ കമ്പ്യൂട്ടർ എവറിത്തിങ് ഈസ് നമ്പേഴ്സ്. നമ്മളിങ്ങനെ കസേരയിൽ ബലം പിടിച്ചിരുന്ന എന്നാൽ കുറച്ച് ചോദ്യം ഉണ്ടായിക്കൊള്ളാം. അങ്ങനെയല്ല. ചോദ്യം എപ്പോഴാണ് വരുന്നതെന്ന് അറിയാമോ? നമ്മളിങ്ങനെ സംസാരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം പറന്നു വരും നമ്മുടെ മനസ്സിൽ. നമ്മൾ സാറിന് അതിനെ ശ്രദ്ധിക്കില്ല. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചോദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഈ ബുക്ക് വെച്ചിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും തോന്നുന്നു, എങ്ങനെ പറ്റുമോ, ഇങ്ങനെയല്ലേ, അപ്പോൾ ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഉടനെ ആ പുസ്തകത്തിനകത്തോട്ട് കുറിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ബാക്കി നിങ്ങൾ റിലാക്സ് ചെയ്തിരുന്ന് ആസ്വദിച്ച് ഞാൻ പറയാൻ പോകുന്നത് കേൾക്കുക. ഓക്കെ, റെഡി, വി സ്റ്റാർട്ട്. നെക്സ്റ്റ് ഇത് നേരത്തെ ഉള്ള കാണിച്ചോളൂ. ഇത് എന്നെ ഇവിടെ പരിചയപ്പെടുത്തി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ്. ഇതിനു മുമ്പ് കുറച്ച് പടങ്ങളില്ലായിരുന്നു. ഒരുപാട് പടമുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഇതെന്ത് പൂവാണ്? ആർക്ക് പറയാം? എന്ത് പൂവാ? റോസാപ്പൂ. നിങ്ങളെല്ലാം ചിരിപ്പിക്കാൻ പറഞ്ഞതാ, മനഃപൂർവ്വം പറഞ്ഞതാ. ഈ പൂവിൻ്റെ പേരിൽ ഒരു യുദ്ധം നടന്നു. ശ്രീകൃഷ്ണനും ഒരു തോട്ടത്തിൽ അതിൻ്റെ മുകളിൽ കൂടെ പോയപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് രുക്മിണി പറഞ്ഞു, ആ പൂ അവിടെ ഒരു മരം നിൽക്കുന്നു, കൊള്ളാം, പൂ വേണമെന്ന് പറഞ്ഞു. എന്താ പേര്? പാരിജാതം. ചെറിയ വളരെ നേർത്ത മണമാണ്. ഒരുപാട് കൊല പറിച്ചു വെച്ചിട്ട് മണത്താൽ മാത്രമേ മണം ആസ്വദിക്കാനൊക്കെയുള്ളൂ. നെക്സ്റ്റ്. എന്നെ പരിചയപ്പെടുത്തി പ്രിയ. പ്രിയ എനിക്ക് വളരെ പ്രിയങ്കരിയായ വിദ്യാർത്ഥിനിയാണ്. എന്നെ സ്വയം പരിചയപ്പെടുത്തുകയാണ് ഞാൻ വളരെ സന്തോഷഭരിതനായ ഒരു അധ്യാപകനാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ സന്തോഷഭരിതരായ വിദ്യാർത്ഥികളായിരിക്കണം എന്താണ് പഠിക്കുന്നതെങ്കിലും. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും പല അർത്ഥം. ചിലർക്ക് കുഴിമന്തി കഴിച്ചാലായിരിക്കും സന്തോഷം, ചിലർക്ക് പാട്ട് പാടിയാലായിരിക്കും, ചിലർക്ക് റിസർച്ച് ചെയ്താലായിരിക്കും, എന്നൊക്കെ ഉണ്ട്. എങ്കിലും നെക്സ്റ്റ്. അപ്പോൾ ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോ ഇൻഫർമാറ്റിക്സ്. ഞാനിവിടെയാണ് 10-20 വർഷം പ്രവർത്തിക്കുകയും ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കാനും ഒരുപാട് നല്ല നിമിഷങ്ങൾ, സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകുകയും ചെയ്ത സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ റിട്ടയർ ചെയ്തു. സത്യം പറഞ്ഞാൽ അതൊരു പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന സ്വപ്നമായിരുന്നു എന്ന് സംശയമുണ്ട്. അത്ര വളരെ മനോഹരമായിട്ടുള്ളൊരു കാലമായിരുന്നു. നെക്സ്റ്റ്. ഇത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ് മുറിയാണ്. ഇതിൻ്റെ പേര് ഹരിതരത്നാകരം എന്നാണ്. ഇത് ചെരുപ്പൂരി വെച്ച് നഗ്നപാതരായിട്ട് നടന്ന് അതുവഴിയെ പോയി അതിനകത്ത് കളരി പോലെ കുഴിച്ച് താഴോട്ടിറങ്ങിയ ഒരു ക്ലാസ് മുറിയാണ് കേട്ടോ. പക്ഷേ ക്ലാസ് മുറി ഇങ്ങനെയാണ് ഇരിക്കണേൽ വേദാന്തമൊന്നുമല്ല പഠിപ്പിച്ചത് പൈത്തൺ പ്രോഗ്രാമിങ്ങും മെഷീൻ ലേണിങ്ങുമാണ് അവസാനം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിനകത്ത്. നെക്സ്റ്റ്. അതിനകത്ത് എല്ലാവരും കൂടി ചായ കുടിക്കുന്ന ഒരു ചിത്രമാണ്. പ്രിയയും കാണും. നെക്സ്റ്റ്. ഇതൊരു ക്ലാസ് മുറിയാണ് കേട്ടോ. നിങ്ങളാരെങ്കിലും ടോട്ടോച്ചാൻ്റെ കഥ വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പഠിക്കാനുണ്ടല്ലേ? ടോട്ടോച്ചാൻ്റെ ക്ലാസ് മുറി എവിടെയാണ്? ഒരു ട്രെയിനിലാണ്. എനിക്കും വലിയ ആഗ്രഹമായിരുന്നു ഒരു ട്രെയിൻ കൊണ്ട് കാര്യവട്ടത്തെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇടണം. ട്രെയിൻ കിട്ടും, പക്ഷേ ട്രെയിൻ കൊണ്ടുവരാൻ ഭയങ്കര വെല്ലുവിളിയും ഭയങ്കര ചിലവുമാണ്. ട്രെയിനിനേക്കാളും ചിലവാണ് ട്രെയിനിനെ റോഡിൽ കൂടെ കൊണ്ടുവരണമെങ്കിൽ. അതുകൊണ്ട് സ്വപ്നം കുറച്ച് ചെറുതാക്കി ബസ്സാക്കി. ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ്. ഇതും ബസ്സിനകത്ത് ക്ലാസ് മുറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞില്ലേ, നിങ്ങളെപ്പോഴാണ് സന്തോഷമായിട്ടിരിക്കുന്നത്? സാർ പഠിപ്പിക്കുമ്പോഴാണോ? ആണോ? ടീച്ചർ പഠിപ്പിക്കുമ്പോഴാണോ? സത്യം പറഞ്ഞാൽ മതി. സംടൈംസ്. ഗുഡ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏറ്റവും സന്തോഷമായിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അല്ലേ? എനിക്കെങ്ങനെ തോന്നുന്നു.
ഞാൻ ക്ലാസ് മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? നിങ്ങൾ കൊച്ചായിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലാവരും എന്ന് ചോദിക്കും നിങ്ങളുടെ എന്താ സ്വപ്നം എന്ന് ചോദിക്കും. എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു, എൻ്റെ അടുത്ത് ആരും സ്വപ്നം എന്ന് ചോദിക്കാറില്ല. എൻ്റെ അടുത്ത് ചോദിക്കുന്ന വാട്ട് ഈസ് യുവർ ബെസ്റ്റ് മെമ്മറി എന്നാണ് ചോദിക്കുന്നത്. ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മെമ്മറി കുറവാണ്, ഡ്രീംസ് ഒരുപാടുണ്ട്. നിങ്ങളിങ്ങനെ യാത്ര ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മെമ്മറി കൂടുതലും ഡ്രീംസ് കുറവാകും. ഇപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും മെമ്മറിയാണ് ചോദിക്കുന്നത്. എൻ്റെ ഏറ്റവും നല്ല മെമ്മറി എന്ന് വെച്ചാൽ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വടി പോലെ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങി ആ വരാന്തയിൽ കൂടെ അങ്ങനെ നടക്കുമ്പോൾ, അവിടെ വരാന്തയില്ല, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ വരാന്തയുണ്ടായിരുന്നു, അതുവഴി നടക്കുമ്പോൾ ആ ജനലിൽ കൂടെ നോക്കുമ്പോൾ ആ കുട്ടികൾ ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ചതിനേക്കാളും വളരെ സന്തോഷത്തിലായിരിക്കുന്നത്. അതാണ് എൻ്റെ ഏറ്റവും നല്ല ഒരു ഓർമ്മ. അത് ഞാനതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ സംസാരിപ്പിക്കും. അപ്പോൾ അവർ കുറേ കൂടെ സന്തോഷമാണ്. പക്ഷേ സംസാരിക്കുന്നത് നമ്മൾ കുഴിമന്തിയുടെ കാര്യമല്ല, നമ്മൾ പഠിക്കുന്നതിനെ പറ്റിയുള്ള രസകരമായ കാര്യം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ സന്തോഷമായിരിക്കും. പിന്നെ കുട്ടികളുടെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞ ഒരു പ്രശ്നം എന്താണെന്നറിയാം? നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞാൽ വളരെ പറഞ്ഞേ കേൾക്കും, ഉടനെ സംസാരിച്ചു തുടങ്ങും. പക്ഷെ നിർത്താൻ പറഞ്ഞാൽ അതുപോലെ നിർത്തില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ സംസാരിക്കാൻ പറയുമ്പോൾ ഇത് രണ്ടും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ചിൻ അന്വേഷണ 2026 നമ്മൾ തുടക്കം കുറിക്കുകയാണ്. വളരെ സന്തോഷം. ഞാൻ ചിന്മയാനന്ദ സ്വാമിയുടെ വളരെ കൊച്ചാരസം, എനിക്ക് അല്ല സത്യം പറഞ്ഞാൽ നല്ല ഓർമ്മയില്ല. അദ്ദേഹം ഒരു തമാശ പറഞ്ഞതിന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. മാഞ്ഞാലിക്കുളത്ത് അദ്ദേഹം ഗീതാ പ്രഭാഷണം നടത്തിയപ്പോൾ അച്ഛൻ വിളിച്ചുകൊണ്ട് പോയി. ഒരു പുസ്തകവും അത് വായിക്കാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ചുരുക്കം, ഒരു ചെറിയ പുസ്തകം പോലെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, പ്രിയ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന കാലത്ത് തുടക്കത്തിൽ വളരെ ഒരു കുട്ടിയായിരുന്നപ്പോൾ ഉള്ള ഒരു പടമാണ്. അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്ന ഒരു പടമാണ്. മരങ്ങളിൽ കണ്ടോ? മരങ്ങളിലെല്ലാം ഒരു മഞ്ഞ തുണി കെട്ടിയിരിക്കുന്ന കേട്ടോ. പ്രിയ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഓണം വരുമ്പോൾ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം കാണിക്കാനായിട്ട് നമ്മളെല്ലാ മരത്തിനെയും, ക്യാമ്പസിൽ ഇരിക്കുന്ന മരത്തിന് 10-60 മരമുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചുറ്റും. അതിനെല്ലാം ഓണക്കോടി ഉടുത്ത് പഞ്ചഗവ്യം ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഓണത്തിന് സദ്യ കൊണ്ടിരുന്നത്. അല്ലേ പ്രിയ? നെക്സ്റ്റ്, ഇത് പ്രിയ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് പ്രത്യേകത കണ്ടോ? എന്താ പ്രത്യേകത? ഈ പടം നോക്കിയാൽ എന്താ പ്രത്യേകത? ഡിപ്പാർട്ട്മെൻറ്റിലെ റിസർച്ച് സ്റ്റുഡൻസും ലെക്ചറേഴ്സും ഒക്കെ നിൽക്കുകയാണ്. പടം ഞാനാണ് എടുത്തത്, അതുകൊണ്ട് എന്നെ കാണാത്തത്. എന്താ പ്രത്യേകത? ഗ്രീനാണ്. നേച്ചറുമായിട്ട് വലിയ ബന്ധമാണ് അല്ലേ? അത് എന്ത് നോക്കിയിട്ടാണ് പറഞ്ഞത്? പുല്ലൊക്കെ നോക്കിയിട്ടാണോ പറഞ്ഞത്? ഓക്കെ, ഗുഡ് ഒബ്സർവേഷൻ. ഇത് മാത്രമേ കണ്ടുള്ളൂ? പറയും ലേഡീസ്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ ക്വാളിറ്റി അഷുറൻസ് ഡയറക്ടറായിരുന്നപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയെ ഇൻ്റർനാഷണൽ റാങ്കിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ് വന്നു. എൻ്റെ ഏറ്റവും താഴെയാണ് വന്നത്. 1000 യൂണിവേഴ്സിറ്റി റാങ്ക് ചെയ്തതിൽ ഏറ്റവും താഴത്തെ 200 എണ്ണത്തിലാണ് വന്നത്. പക്ഷേ ഞാനൊരു രസകരമായ കാര്യം നിങ്ങളടുത്ത് പറയുകയാണ്. യൂണിവേഴ്സിറ്റി റാങ്ക് ചെയ്യുമ്പോൾ 8 ക്രൈറ്റീരിയ ഉണ്ട്. ആ 7 ക്രൈറ്റീരിയയിലും കേരള യൂണിവേഴ്സിറ്റി താഴെയായിരുന്നു. പക്ഷേ ഒരു ക്രൈറ്റീരിയയിൽ വേൾഡ് നമ്പർ 1 ആണ്. അതെന്തിനാന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഓഫ് വിമൻ സ്റ്റഡിയിങ് ഇൻ ദ ക്യാമ്പസ്. ലോകത്തെ 1ാമത്തെ ക്യാമ്പസാണ്. ഞാൻ സാധാരണ പറയും, ഞാനൊരിക്കൽ സ്വീഡനിൽ പോയപ്പോൾ അവിടുത്തെ വൈസ് പ്രസിഡൻ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, വെൽക്കം ടു അവർ യൂണിവേഴ്സിറ്റി, യു ഹാവ് കം ടു എ യൂണിവേഴ്സിറ്റി വെയർ വിത്ത് ഹയസ്റ്റ് ജെൻഡർ റേഷ്യോ ഇൻ യൂറോപ്പ്, 30% ഓഫ് അവർ സ്റ്റുഡൻസ് ആർ വിമൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു, കൺഗ്രാറ്റുലേഷൻസ്, ഐ കം ഫ്രം എ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ വെയർ 20% ഓഫ് അവർ സ്റ്റുഡൻസ് ആർ മെൻ. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന ആൺപിള്ളേരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പറയുകയാണ്, ഒരു കാര്യം പറയുകയാണ്. 2047 ഇന്ത്യ വിൽ ബി ലെഡ് ബൈ വിമൻ. എല്ലാ ഫീൽഡിലും സ്ത്രീകളുടെ ആധിക്യമായിരിക്കും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ലുക്ക് അറ്റ് ഹയർ എഡ്യൂക്കേഷൻ, യു ഫൈൻഡ് ദർ ഇസ് എ വെരി ബിഗ് മെജോറിറ്റി ഓഫ് വിമൻ. I won't be there at that time, but I'm very sure India will be better off if women lead it. സംശയമുള്ള കാര്യമല്ല എനിക്ക്. ഓക്കെ, നെക്സ്റ്റ്. ഇതും പ്രിയയുടെ തന്നെ ഒരു പടമാണ്. പ്രിയ ഒരു ലീഡറും ഒരു താരമൊക്കെ ആയിരുന്നെന്ന് കണ്ടാൽ അറിയാമല്ലോ അല്ലേ? നെക്സ്റ്റ്. So this was a poster in our department. Every PhD student has a poster. So this is a poster which Priya produced about her PhD work. ഒറ്റ വരിയിൽ അല്ലെങ്കിൽ 2 വരിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ്. പ്രൊജക്ഷൻ ചെറുതായിട്ട് കാണാൻ ഒക്കില്ല. പ്രിയ വളരെ ഭംഗിയായി
ഇവിടുത്തെ രണ്ട് നമ്മുടെ റിസർച്ച് കോർഡിനേറ്ററും അല്ലേ, യുവർ റിസർച്ച് അസോസിയേറ്റ്, റിസർച്ച് മെൻറ്ററും, രണ്ടുപേർക്കും അവർ സയൻസിൻ്റെയും റിസർച്ചിൻ്റെയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നതെങ്കിലും ഈ രണ്ട് പേര് സംഗീതവുമായിട്ട് വളരെ ബന്ധമുള്ള ആൾക്കാരാണ്. മാഡത്തിൻ്റെ മകൻ ഒരു എക്സംപ്ലറി കമ്പോസർ ആൻഡ് സിംഗറാണ്. ടീച്ചറും പാടും, അത് ഞാൻ കേട്ടിട്ടില്ല. ആയിരിക്കണമല്ലോ, അങ്ങനെയാണല്ലോ അത് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്. പ്രിയ ഓഫ് കോഴ്സ് കംസ് ഫ്രം എ ഫാമിലി ഓഫ് ഗ്രേറ്റ് മ്യൂസീഷ്യൻസ് ആൻഡ് ഷീ സിങ്സ്, ഷീ പ്ലേസ് ദ ഫ്ലൂട്ട്, ഷീ റൈറ്റ്സ് പോയട്രി. എല്ലാത്തിലും സൗന്ദര്യ സങ്കല്പം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ്. അറ്റ് ദ സെയിം ടൈം എ പേഴ്സൺ ഹൂ പ്രാക്ടീസസ് സയൻസ് ആൻഡ് ടെക്നോളജി. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഷീ ഈസ് ഹിയർ ഇൻ ചിന്മയ ടു ഹെൽപ്പ് ഓൾ ഓഫ് യു. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു അത്തപ്പൂക്കളത്തിൻ്റെ അടുത്തിരിക്കുന്ന ചിത്രം കാണിച്ചിരിക്കും, കാണാനല്ലേ പ്രിയ ഇടതുവശത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, വി സ്റ്റാർട്ട് അവർ ടോക്ക് അബൌട്ട് AI നൗ. നിങ്ങളെല്ലാം വ്യവസായ വിപ്ലവം എന്ന് കേട്ടിട്ടുണ്ടോ? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. വളരെ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ട് ഓഫ് മെഷീൻസ് സ്റ്റാർട്ടഡ് അപ്പിയറിങ് അമിഡ്സ്റ്റ് അസ്. അതിനാണ് വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്. പണ്ട് അത് വലിയ ഫാക്ടറീസിലൊക്കെ ഉള്ള വലിയ യന്ത്രങ്ങളെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. FACT പോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് വലിയ സ്ഥലങ്ങളിൽ കരിയും പുകയൊക്കെ ഉള്ള വലിയ ഫാക്ടറീസിനെ പറ്റിയാണ് വ്യവസായ വിപ്ലവം എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് വ്യവസായ വിപ്ലവം എന്താണെന്ന് ചോദിച്ചാൽ മെഷീൻസ് ആർ എമിഡ്സ്റ്റ് അസ് ഇൻ അവർ ഹോംസ്. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മെഷീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. കുറച്ച് പഴഞ്ചൻ കാറാണ് കേട്ടോ, എങ്കിലും എനിക്ക് കണ്ടാൽ വളരെ സന്തോഷം തോന്നുന്ന കാറായതുകൊണ്ട് കാണിച്ചാണ്. കാര്യം കണ്ടിട്ടുണ്ടോ? കാറ് എങ്ങനെ കണ്ടു? അംബാസഡർ കാറ് കേട്ടോ. പിന്നെ JCB സ്കൂട്ടർ, ലാംബ്രട്ട സ്കൂട്ടറാണ് പഴയ. ഫാന്, മിക്സി, ഇതെല്ലാം യന്ത്രങ്ങളാണ്. ഈ യന്ത്രങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ ജീവിതത്തിനെ വളരെ ആയാസം കുറച്ച് തന്നു. ഞങ്ങളുടെ കാലത്ത് ദോശ ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസമേ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് കല്ലിലിരുന്ന് അമ്മൂമ്മമാരും ഇങ്ങനെ ഇട്ട് അരയ്ക്കുമായിരുന്നു. അതുകൊണ്ട് ശരിയായില്ല. അച്ഛന്മാരും അപ്പൂപ്പന്മാരും കൂടെ ചെയ്യണമായിരുന്നു. പോട്ടെ, പഴയ കാലത്താണ്, ഇനി നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. നിങ്ങളെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആരൊക്കെ ചെയ്യണം? അമ്മമാരും അച്ഛന്മാരും ചെയ്യണം അല്ലേ? പോട്ടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ മനുഷ്യൻ ശക്തി കൊണ്ട് ചെയ്യുന്ന കാര്യമെല്ലാം ഇന്ന് യന്ത്രങ്ങൾ കൊണ്ട് ചെയ്യുകയാണ്. നേരത്തെ നമുക്ക് ഇവിടെ നിന്ന് വീട്ടിൽ പോകണമെങ്കിൽ നടന്നു പോകാനല്ലാതെ മാർഗമൊന്നുമില്ല, വേറെ മാർഗ്ഗമില്ല. പിന്നെ വള്ളം ഉണ്ടെങ്കിൽ ചാക്കയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു വള്ളത്തിൽ കയറി വേണമെങ്കിൽ പോവാം. പക്ഷേ ആ വെള്ളത്തിലും ഒരാൾ നിന്ന്, നമ്മൾ അനങ്ങുന്നില്ലെങ്കിലും ഒരാൾ മുള വെച്ച് ഊന്നി ഭയങ്കരമായിട്ട് അയാൾ ശക്തി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പോകാൻ ഒക്കുന്നത്. ആദിശങ്കരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എത്ര ദൂരം നടന്നെന്നറിയാമോ ആദിശങ്കരൻ? ആദിശങ്കരൻ കാലടിയിൽ നിന്ന് ഒരൊറ്റ നട. എങ്ങോട്ടാണ്? ഫ്രം കാലടി ടു കാശ്മീർ. നിങ്ങൾക്കിതാ ഇവിടുന്ന് പിന്നെ ആറ്റുകാലിൽ നിന്ന് പിന്നെ ആറ്റിങ്ങൽ വരെ പോകാൻ ഒക്കുമോ? നടക്കാൻ ഒക്കുമോ? ആരെങ്കിലും നടക്കുമോ? ഒരു 30 കിലോമീറ്റർ നടക്കാമോ? 1 കിലോമീറ്റർ കഷ്ടിച്ച് നടക്കുമായിരിക്കാം. കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ചിട്ട് നടക്കും. വേണമെങ്കിൽ ഒരു ചലഞ്ചായിട്ട് വെച്ചാൽ വേണമെങ്കിൽ 2-3 കിലോമീറ്റർ നടക്കാം. 4000 കിലോമീറ്റർ നടക്കാൻ ഒക്കുമോ? പോയില്ല. പക്ഷേ 4000 കിലോമീറ്റർ ആൾക്കാർ നടന്നിരുന്നു. നടക്കുക മാത്രമല്ല, അവിടെ നിന്ന് തിരിച്ച് ബംഗാളിൽ പോയി, അപ്പുറത്ത് ഗുജറാത്തിൽ പോയി, താഴെ പിന്നെ കാഞ്ചീപുരത്ത് പോയി, അത് കഴിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് എല്ലാം അദ്ദേഹം നടന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അത്രയല്ല, അതിനേക്കാൾ എത്രയോ കൂടുതൽ ദൂരം 12 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാം. പക്ഷേ നമ്മുടെ ശക്തി ഉപയോഗിച്ചല്ല. എന്നിട്ട് ശക്തി ഉപയോഗിച്ചാൽ യന്ത്രത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് അല്ലേ? അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ മസിൽ അധികം ഉപയോഗിക്കേണ്ട, പകരം എന്താണ് ഉപയോഗിക്കണേ? മെഷീൻ വിൽ ഡൂ ദി തിങ് ദാറ്റ് അവർ മസിൽ ഡസ്. ഇപ്പം തന്നെ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ നല്ല സുഖമായിട്ടാണ് ഇരിക്കുന്നത്, AC ഉള്ളതുകൊണ്ട്. AC ഓഫ് ചെയ്താൽ എന്ത് പറ്റും? ചൂടെടുക്കുമ്പോൾ നിങ്ങൾ ചുമ്മാ ഇരിക്കൂ, എന്തു ചെയ്യും? വേർക്കുമ്പോൾ എന്തു ചെയ്യും? ഇങ്ങനെ ആക്കും അല്ലേ? ഇങ്ങനെ ആക്കിയാൽ എന്ത് സംഭവിക്കും? ഇത് ഫാനാണ്. കാറ്റ് കിട്ടുന്നത് മാത്രമല്ല, ഈ കയ്യിന് എന്ത് സംഭവിക്കും? കൈയൊന്ന് അനങ്ങും. നേരത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൈ ചുമ്മാ ഇരിക്കുക. അപ്പം നിങ്ങൾ കൈകൊണ്ട് ചെയ്യുമായിരുന്നൊരു കാര്യമാണ് ഇപ്പോൾ AC ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്ര എഫർട്ട് എടുക്കണ്ട. അങ്ങനെ ഒട്ടും എഫർട്ട് ഇല്ലാതായാൽ നല്ലതാണോ? എല്ലാ കാര്യവും യന്ത്രം ചെയ്തുകൊണ്ടാൽ നല്ലതാണോ?
നല്ലതല്ല. അതിൻ്റെ ചെറിയ ഉദാഹരണമാണ് കാറുള്ള വളരെ കൂടിയ എന്താണ് ബെൻസ്, എന്താണ് ഏറ്റവും ഭയങ്കര കാർ? റോൾസ് റോയ്സ്. എങ്കിൽ റോൾസ് റോയ്സ്. ആ കാറുള്ള ആൾ രാവിലെ ആ കാർ എടുത്തുകൊണ്ട് പോയിട്ട് മ്യൂസിയത്തിൻ്റെ അടുത്തുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഒരു ലക്ഷ്യമില്ലാതെ വട്ടത്തിൽ കറങ്ങുകയാണ്, നടക്കുകയാണ്. കാർ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. നമ്മൾ അയാളുടെ അടുത്ത് ചോദിക്കണം, നിങ്ങളെന്താണ് നടക്കുന്നത്? റോൾസ് റോയ്സ് കാറില്ലേ, നല്ല AC ഉള്ള കാർ, AC ഇട്ടിട്ട് അതിനകത്ത് ഇരുന്നാൽ പോരെ? ഇരുന്നാൽ പോരാ. എന്താ കാര്യം? നിങ്ങൾക്ക് നിങ്ങളുടെ മസിൽ ഉപയോഗിക്കാൻ മിനിമം ഉപയോഗിച്ചില്ല എങ്കിൽ 2 കാര്യങ്ങളാണ്: ആരോഗ്യം, സന്തോഷം. ഈ 2 കാര്യമില്ലാതെ. എന്നാൽ ഓവർ ചെയ്താലോ? എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിറക് വെട്ടി കയറണം, 100 തെങ്ങിൽ കയറണം, അതും കൊള്ളൂല. അപ്പോൾ ഓവറും ആകാൻ പാടില്ല, കുറവും ആകാൻ പാടില്ല. സന്തോഷം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരം, ഞാനിത് 2ാമത്തെ സ്ലൈഡിൽ അടുത്ത കാര്യം പറയും. മനുഷ്യൻ്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് എപ്പോഴും വെറൈറ്റി മൂവ്മെൻറ്റ് വേണം. വെറൈറ്റി മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ സന്തോഷമായിട്ടിരിക്കുകയുള്ളൂ, ആരോഗ്യമായിട്ടിരിക്കുകയുള്ളൂ. നമ്മുടെ കുട്ടികളൊക്കെ കുറച്ച്, നിങ്ങൾ ഇപ്പോൾ 9ാം ക്ലാസ്സിലാണോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ടോ? ഇല്ല. 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും പരീക്ഷയുടെ പേടി, പരീക്ഷയുടെ ചൂട്, ടെൻഷൻ, അല്ലേ? എങ്ങനെയാണ് അതിനെ മാറ്റുന്നത്? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് ടെൻഷൻ വന്നു, വിഷമം വന്നു, സങ്കടം വന്നു, നമ്മൾ എന്ത് ചെയ്യണം? അപ്പം ചെയ്യേണ്ട ഒരൊറ്റ കാര്യമാണ്, മരുന്ന് വാങ്ങിച്ച് തിന്നുകയല്ല. ചില അച്ഛനമ്മമാരുടെ അടുത്ത് വിളിച്ച് ചോദിക്കുമ്പോൾ മോന് പരീക്ഷ പാസ്സായതുകൊണ്ട് ഡിപ്രഷനാണ്, മരുന്ന് പറഞ്ഞു കൊടുക്കാൻ. മരുന്നുണ്ട്. ആ മരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കണ്ട. അതെവിടെ ഉണ്ട്? ശരീരത്തിലുണ്ട്. ആ മരുന്ന് ഡിസ്പെൻസ് ചെയ്യണമെങ്കിൽ, അതങ്ങോട്ട് ശരീരത്തിലോട്ട് കയറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് എക്സർസൈസ്. അപ്പോൾ ടെൻഷൻ വന്നാൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്പീഡിൽ ഓടുക, നല്ല സ്പീഡിൽ ഓടുക. വീട്ടിൽ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, പഴയ തലയാണ 2-3 എടുത്ത് കെട്ടി ഒരു കയറിട്ടിങ്ങനെ തൂക്കിയിട്ട് ആഞ്ഞിടിക്കുക. ഇതൊക്കെ അറിയാവുന്നവരാണ് പണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞത്, ഇതൊന്നും വേണ്ട, ഗണപതിക്ക് പേര് തേങ്ങ അടിക്കുക. ആ തേങ്ങ വലിച്ചെറിയുമ്പോൾ നമ്മുടെ ശരീരത്തിലൊരു റിലീസ് ഓഫ് സ്ട്രെസ് ഉണ്ടാവും. ശരീരത്തിനകത്ത് നമുക്ക് സന്തോഷം കിട്ടുന്ന ചില കെമിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകും. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചോളുക. അപ്പോൾ എന്തായാലും വ്യവസായ വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 300 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ ഞാൻ ഒറ്റ വാക്കി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അവർ മസിൽ ഈസ് നോട്ട് ഓവർ വർക്ക്ഡ്, വി ഹാവ് മെഷീൻസ് ടു റീപ്ലേസ് അവർ മസിൽ. ശക്തി കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നതിനെ യന്ത്രം ഇപ്പോൾ ഏറ്റെടുത്തു. ഇന്ന് നമ്മൾ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ പുതിയ റവല്യൂഷൻ. ബുദ്ധി കൊണ്ട് ചെയ്തതിനെ യന്ത്രം ഏറ്റെടുക്കാൻ പോകുന്നു. ഇതാണ് സെക്കൻഡ് റവല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ്. മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇനി കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പോവുകയാണ്. ബുദ്ധിയും ശക്തിയും നമുക്കുള്ള 2 കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യവും ഈ ബുദ്ധിയുടെ കാര്യത്തിലും നമുക്ക് പ്രയോഗിക്കാം. ശക്തി കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒന്ന് കുറയ്ക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ഒന്നുമില്ലാതായാൽ എന്ത് പറ്റും? ആരോഗ്യവും സന്തോഷവും ഇല്ലാതാവും. ബുദ്ധിയും ഒരുപാട് ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് വളരെ ക്രിയേറ്റീവ് അല്ലാതെ ഉപയോഗിക്കുന്നത് മനുഷ്യന് സന്തോഷം തരുന്ന കാര്യമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളെ വിളിച്ചിട്ട് ഒരു കെട്ട് പേപ്പർ വെച്ചിരിക്കുക, അതിൽ കാണുന്ന സംഖ്യയെല്ലാം കൂട്ടി വൈകുന്നേരം വരെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടില്ല. ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഓവർ വർക്ക് ചെയ്താൽ മനുഷ്യന് സന്തോഷമുള്ള കാര്യമല്ല. പക്ഷേ ഒന്നും ചെയ്യാതിരുന്നാലും സന്തോഷമുള്ള കാര്യമില്ല. ഇത് ഇത്രയും മനസ്സിൽ വെച്ചോളൂല്ലോ അല്ലേ? നമ്മൾ മെഷീൻ ഉപയോഗിക്കുമ്പോൾ മെഷീൻ വെദർ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് എസ് വിത്ത് ഫിസിക്കൽ എഫേർട്ട് ഓർ വിത്ത് മെൻ്റൽ എഫേർട്ട്, അത് വളരെ ആലോചിച്ച് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നിർമ്മിത ബുദ്ധി AIക്ക് എന്തൊക്കെ ചെയ്യാനൊക്കും? നമുക്ക് വേണമെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാര്യം ചോദിക്കാം. മെഷീൻ എന്തൊക്കെ ചെയ്യാനൊക്കും? മെഷീനെല്ലാം ചെയ്യാനൊക്കും. എന്ത് കാര്യം വേണോ മെഷീനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കും. ചിലപ്പോൾ ചിലവ് കൂടുമായിരിക്കും എന്നുള്ള മാത്രമേ ഉള്ളൂ അല്ലേ? മെഷീന് സ്പേസിൽ പോവാം. മെഷീന് ശരീരത്തിനകത്ത് കയറി നമ്മൾ കാണാനൊക്കാത്ത ഒരു സ്ഥലത്ത് പോയി ഒരു സെല്ലിനെ മുറിച്ച് മാറ്റാനായിട്ട് സാധിക്കും. എന്തും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിർമ്മിത ബുദ്ധിക്ക് എന്ത് ചെയ്യാനൊക്കെ എന്ന് ചോദിച്ചാൽ ഞാനതിന് ഉത്തരം പറയുന്നതിന് മുമ്പേ നെക്സ്റ്റ്. ഇത് എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ചിന്തകനാണ്.
ഞാനൊരു ടീച്ചർ എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷനിലാണ് ജീവിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ആരെയും എന്തും പഠിപ്പിക്കാൻ ഒക്കുന്നെന്ന് പറഞ്ഞു. എനിവൺ ക്യാൻ ബി ടോട്ട് എനിത്തിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വേണ്ട വിധത്തിൽ പഠിപ്പിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തും പഠിപ്പിക്കാം എന്ന് പറഞ്ഞതിൻ്റെ തുല്യമായിട്ട് ഞാൻ പറയുന്നു, എഐക്ക് എന്ത് ചെയ്യാനൊക്കും? നെക്സ്റ്റ്, എന്തും ചെയ്യാനൊക്കും. മനുഷ്യന്, ഒരു അധ്യാപകന് എന്തും പഠിപ്പിക്കാം എന്ന് പറഞ്ഞ പോലെ എഐന് എന്തും പഠിച്ചെടുക്കാൻ സാധിക്കും. ഞാനത് വളരെ ബോധ്യത്തോടെ പറയുകയാണ്. ഐ ആം ടെല്ലിങ് യു വിത്ത് കൺവിക്ഷൻ. ഈ വിഷയം ഒരുപാട് പഠിച്ച് ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ ഇവിടെ പറഞ്ഞു. ഞാൻ പഠിക്കുമ്പോൾ എഐ ഇല്ല കേട്ടോ. ഞാൻ 1985 BPB പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ് അവരുടെ ഒരു പുസ്തകം എങ്ങനെയോ എൻ്റെ കൈ വന്ന് പെട്ടു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു അത് വായിച്ചപ്പോഴത്തേക്ക്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നായിരുന്നു ആ ബുക്കിൻ്റെ പേര്. ഞാൻ അത് കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞ് ഐ വെൻറ്റ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് ആൻഡ് സ്റ്റഡീഡ് കമ്പ്യൂട്ടർ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പ്രോസസ്സിങ്. നമ്മളിപ്പോൾ ChatGPT ഇപ്പോൾ എന്താ ചെയ്യുന്നത് അതാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ നമ്മളന്ന് പഠിച്ച രീതി വേറെയാണ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇർറലവൻറ്റ് നൗ. അത് ഞാൻ പറയാം, മുന്നോട്ട് വരുമ്പോഴത്തേക്കും പറയാം. അപ്പോൾ ഈ ഇന്ന് നമ്മൾ അതിനെ നോക്കിക്കാണുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡു എനിത്തിങ്, ഇറ്റ് ക്യാൻ ലേൺ എനിത്തിങ് ആൻഡ് ദെയർഫോർ ഇറ്റ് ക്യാൻ ഡു എനിത്തിങ്. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. യെസ്, ഇരുന്ന് ചോദിച്ചു. എൻ്റെ പേരെന്താ? എല്ലാവരും ഒന്ന് കയ്യടി കൊടുത്ത് ഇരുന്ന് ബൈക്ക് വേണം. ആള് പുലിയാണ്. ഓക്കെ, പറഞ്ഞ ശരിയാണ്. നമ്മൾ അതിൻ്റെ വിശദാംശത്തിലോട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എഐന് എന്തും പഠിച്ചെടുക്കാനൊക്കെ ഞാനവിടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടീഷൻസ് അപ്ലൈ. അതിലാണ് അവൻ പറഞ്ഞതിൻ്റെ ഉത്തരം കിടക്കുന്നത്. ചിലപ്പോൾ ഇത്തിരി കൂടെ താമസിക്കുമായിരിക്കാം, ചിലപ്പം ചില കാര്യങ്ങൾ അത്ര പെർഫെക്റ്റ് അല്ലായിരിക്കാം. പക്ഷേ ഇൻ ജനറൽ ഇറ്റ് ക്യാൻ ഡു എനിത്തിങ് എന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ. അത്രയാണ് അത്. പറഞ്ഞു കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞു. ആരെങ്കിലും തർക്കിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. 100% എന്ന് ഞാൻ പറയുന്നില്ല. ചില മേഖലയിൽ ചെയ്യാൻ, ചില മേഖലയിൽ അതിന് ചെയ്യാൻ ഒക്കുമെങ്കിലും നമ്മൾ ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ബയോടെക്നോളജിയിൽ നമുക്ക് ജീവികളിൽ മാറ്റം വരുത്താൻ സാധിക്കും. ഞാനിവിടെ കഴിഞ്ഞോണം വന്നപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജീവജാലങ്ങളിൽ മാറ്റം വരുത്താൻ നോക്കും. എന്ത് മാറ്റം വേണോ വരുത്താം. അപ്പോൾ മനുഷ്യൻ്റെ പുറത്ത് വരുത്താൻ ഒക്കുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം, മിന്നാമിനിങ്ങിൻ്റെ തിളങ്ങുന്ന സ്വഭാവം മനുഷ്യൻ്റെ പുറത്ത് സന്നിവേശിപ്പിക്കാൻ സാധിക്കുമോ? സന്നിവേശിപ്പിക്കാൻ സാധിക്കും. ചെയ്താൽ കറണ്ട് പോകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ ലൈറ്റ് കിട്ടും അത്യാവശ്യത്തിന് വായിക്കാനായിട്ട്. നിങ്ങൾ നെറ്റിൽ നോക്കിക്കോളൂ, ഗ്രീൻ ഫ്ലൂറസെൻറ്റ് പ്രോട്ടീൻ എന്ന് കൊടുത്താൽ ആ അതുപോലെ ഇപ്പം നമുക്ക് കാണുന്ന ലൈറ്റ് വേണം. ഇപ്പം നമുക്ക് തന്നെ അല്ലാതെ തന്നെ പ്രകാശമില്ലേ? നമ്മൾ സ്നേഹത്തിൻ്റെ പ്രകാശം, നന്മയുടെ പ്രകാശം എല്ലാം ഇല്ലേ നമുക്ക്? അതുകൊണ്ട് പക്ഷേ നമുക്ക് ബുക്ക് വായിക്കാവുന്ന പ്രകാശം വേണം. അതിനുവേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ പുറത്ത് എങ്ങനെ വരുത്താം? മരത്തിൻ്റെ പുറത്ത് വരുത്താം. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് ഒന്നും വേണ്ട. വൈകുന്നേരം ആകുമ്പോൾ ഒരു മരം തന്നെ വെളിച്ചം പൊഴിക്കുന്ന മരം. നമ്മുടെ നാട്ടിൽ പോസ്റ്റിന് മലയാളത്തിൽ എന്താ പറയുന്നതെന്നറിയാം? വിളക്ക് മരം എന്നാണ് പറയുന്നത്. ശരിക്കുമുള്ള വിളക്ക് മരം നമുക്ക് ഉണ്ടാക്കാൻ ഒക്കും. ഇതെല്ലാം ചെയ്യാൻ ഒക്കുമോ? ഒക്കും. പക്ഷേ ഇതൊന്നും ചെയ്യാൻ ആരും സമ്മതിക്കില്ല. ഒരു ഗവൺമെൻറ്റും സമ്മതിക്കില്ല. മനുഷ്യൻ്റെ പുറത്ത് നമ്മൾ ഒരു മാറ്റം വരുത്താനായിട്ട് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞത്. പല കാരണം കൊണ്ട് ഇതൊന്നും ചെയ്യാൻ ഒക്കില്ല. പക്ഷേ തത്വത്തിൽ എന്തും ചെയ്യാം. ഇനി ഞാൻ എഐ വേണ്ട, ഞാൻ നിങ്ങൾ സയൻസിൻ്റെ ഒരു മേഖലയിൽ ആണ് നമ്മളിപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. സയൻസ് ആൻഡ് ടെക്നോളജി ക്യാൻ ഡു എനിത്തിങ്. സയൻസ് ഹാസ് നോ ലിമിറ്റ്സ്, ഇറ്റ് ക്യാൻ ഡു എനിത്തിങ്. അപ്പോൾ എന്താ അങ്ങനെ എല്ലാം ചെയ്യാത്തത്? അത് ചെയ്യാത്തതിന് ദർ ആർ 3 ഇംപെഡിമെൻറ്റ്സ് ടു ഇറ്റ്. 3 തടസ്സങ്ങളുണ്ട്. ഒന്ന്, നിറച്ച് പൈസ വേണം അല്ലേ? 2, ലീഗൽ ഇഷ്യൂസ്. പരീക്ഷ നടത്തുന്നതിലൊക്കെ ഒരുപാട് നിയമപരമായ പ്രശ്നമുണ്ട്, ചിലത് ചെയ്യാനൊക്കില്ല.
3 എത്തിക്കൽ ഇഷ്യൂസ്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ, ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ചിന്ത, പ്രത്യേകിച്ച് മതവുമായിട്ട് ബന്ധപ്പെട്ട്, അതും നമ്മളെ തടയുന്നു പല കാര്യം ചെയ്യുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ശാസ്ത്രം എന്തും ചെയ്തേനെ. അതിൻ്റെ കൂട്ടത്തിലാണ് AI വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോൾ AIക്ക് എന്തൊക്കെ ചെയ്യാനൊക്കും? ചെറിയ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സംസാരിക്കുന്നു, പാടുന്നു, പടം വരയ്ക്കുന്നു, കാർട്ടൂൺ വരയ്ക്കുന്നു, തമാശ പറയുന്നു, കഥ എഴുതുന്നു, കവിത എഴുതുന്നു, ലേഖനം എഴുതുന്നു, ഗവേഷണ പ്രബന്ധം എഴുതുന്നു, നമ്മൾ എഴുതി തിരുത്തി തരുന്നു. ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതിനാണ്. ലേഖനം എഴുതി കഴിഞ്ഞാൽ ChatGPT കൊടുക്കും, അദ്ദേഹം അത് തിരിച്ചു തരും. നല്ല പങ്ക്ച്വേഷനും പിന്നെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കൊന്നും കാണില്ല. പക്ഷെ എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ വീണ്ടും തിരുത്തും. വായിച്ചിട്ട് ചുരുക്കം പറയും. അപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ എല്ലാവരും ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു ചോദ്യം ചോദിക്കും. എനിക്ക് നിങ്ങളുടെ ഉത്തരവല്ല വേണ്ടത്, അടുത്തിരിക്കുന്ന ആളുടെ ഉത്തരവാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് ചോദിക്കണം. ഞാൻ പറഞ്ഞ ചോദ്യത്തിന് അവരുടെ ഉത്തരവ് എന്താണെന്ന് ചോദിക്കണം. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അത് പറയണം. അപ്പോൾ എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ ChatGPT ഉപയോഗിക്കാറുണ്ടോ, എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അടുത്തിരിക്കുന്നവരടുത്ത് ചോദിക്കൂ. ഓക്കെ, നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ ChatGPT ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൈപൊക്കൂ. അടുത്തിരിക്കുന്നവർ, നിങ്ങളല്ല. നിങ്ങളിപ്പോൾ ചോദിച്ചില്ലേ, ആ ചോദിച്ച ആൾ ChatGPT ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞതെങ്കിൽ കൈപൊക്കുക. ഓക്കെ, എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കേട്ടു, അത് നിങ്ങൾ മനസ്സിൽ വെച്ചോളുക. ഓക്കെ, ഞാനിനി ഈ കാര്യങ്ങളിലേക്ക് കുറച്ച് വിശദാംശത്തിലേക്ക് കടക്കുകയാണ്. അതിന് മുമ്പ് എങ്ങനെയാണ് ChatGPT ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതുവരെ AI എന്ന് പറഞ്ഞ വിഷയം 1956 മുതൽ അക്കാഡമിക്കായിട്ടുണ്ടായൊരു വിഷയമാണ്. പക്ഷേ ഇപ്പോഴാണ് 2020 കോവിഡ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ChatGPTയെ കാണുന്നത്. എന്ത് പറ്റി ഇതുവരെ അങ്ങനെ ആകാതിരുന്നത്? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഇതിനെപ്പറ്റി ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം. നെക്സ്റ്റ്. ഇത് ഞാൻ ChatGPTയെ കൊണ്ട് ചെയ്യിപ്പിച്ച കുറച്ച് കാര്യം കാണിക്കുകയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും വഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങളുടെ ചിന്മയ കുന്നുംപുറം ഇരിക്കുന്നതിനടുത്താണ്. ഞാൻ ChatGPT എടുത്ത് പറഞ്ഞു വഞ്ചൂരിനെ കുറിച്ചൊരു കവിത എഴുതാൻ പറഞ്ഞു. അപ്പോൾ അതൊരു കവിത എഴുതിയിരിക്കുകയാണ്. ഈ കവിതയിൽ അതിന് ഋഷിമംഗലം വഞ്ചൂരാണുള്ളതെന്ന് ഞാൻ മനസ്സിലായി. ഋഷിമംഗലംസ് വാട്ടേഴ്സ് ലൈ ഹോൾഡിങ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് എർത്ത് ആൻഡ് സ്കൈ എന്ന് പ്രാസത്തിൽ മനോഹരമായിട്ടൊരു വരി എഴുതിയിരിക്കുകയാണ്. അങ്ങനെ കവിത എഴുതാൻ സാധിക്കും. ഈ കവിത എഴുതാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ മനസ്സിലാക്കണം അതിന് സൗന്ദര്യബോധം ഉണ്ടെന്നുള്ളതാണ്. ശാസ്ത്രമല്ല, സൗന്ദര്യബോധം ഉണ്ടെന്നാണ്. നെക്സ്റ്റ്. ഇത് അതിൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ഒരു അൾട്ടിമേറ്റ് പവറിനെ കാണിക്കുന്ന സാധനമാണ്. ഞാൻ അതിൻ്റെ അടുത്ത് ചോദിച്ചു, ശ്രീകൃഷ്ണനും യേശുവും കൂടെ കണ്ടാൽ എങ്ങനെ സംസാരിക്കുമായിരുന്നു? എന്നിട്ട് അതിനോടൊപ്പം ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പടം കൂടെ വരയ്ക്കാൻ പറഞ്ഞു. രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു പടം വരയ്ക്കാൻ പറഞ്ഞു. അത് വരച്ചിരിക്കുന്നത് ഞാൻ വിശദാംശമൊന്നും കൊടുത്തില്ല. അവരെങ്ങനെ ഇരിക്കണം, എത്ര പൊക്കമുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ശ്രീകൃഷ്ണൻ ഇരിക്കുന്നു, അടുത്ത് അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് എന്ത് വേണം കൂടെ? വെണ്ണയോ മോരോ എല്ലാം വേണം. അദ്ദേഹം കുറച്ച് നവനീതം സൈഡിൽ വെച്ചിരിക്കുകയാണ്. മറ്റേ അദ്ദേഹത്തിൻ്റെ സൈഡിൽ ഒരു ആട്. രണ്ടുപേരും വളരെ സാമ്യമുള്ള ആൾക്കാരാണ്, അറിയാമല്ലേ? രണ്ടുപേരും കന്നുകാലികളുടെ സാമീപ്യമുള്ള ആൾക്കാരാണ്. പേരിനും വളരെ സാമ്യമാണ്. ക്രിസ് എന്നാണ്. അപ്പോൾ ഇരിക്കുന്ന പടം വരച്ചു. ആ പടം അവരിയ്ക്കുന്ന മരത്തിനൊരു പ്രത്യേകത ഉണ്ട്. കണ്ടായിരുന്നു? അല്ല, അതിൻ്റെ രണ്ട് മരം ചേർന്നിരിക്കുകയാണ്. ഒരെണ്ണത്തിൽ ആലിലയും മറ്റതിൽ ഒലീവിലയുമാണ്. രണ്ടുപേരുടെയും ഇഷ്ടമരങ്ങളെ ചേർത്തൊരു മരം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുകയാണ് കേട്ടോ. കൃഷ്ണനും ജീസസും കൂടെ സംസാരിക്കുകയാണ്. കൃഷ്ണൻ ചോദിക്കുകയാണ്, ഫ്രണ്ട് ഓഫ് ലവ് ആൻഡ് സാക്രിഫൈസ്, യു വാക്ക്ഡ് അമംഗ് പീപ്പിൾ ആൻഡ് ടോട്ട് ദം ടു ലവ് ഈവൻ ദോസ് ഹു വൂണ്ടഡ് ദം. ടെൽ മീ, വൈ ഡസ് ദ വേൾഡ് ഫൈൻഡ് ലവ് സോ ഡിഫിക്കൽട്ട്? അപ്പോൾ ജീസസ് പറയുകയാണ്, ബിക്കോസ് ലവ് ആസ്ക്സ് us to forget ourselves. Fear makes the heart small and small heart clings to power, possession and pride. അതുകൊണ്ടാണ് സ്നേഹം എന്താണ്? സ്നേഹം ത്യാഗം വേണം. യഥാർത്ഥ സ്നേഹം വരണമെങ്കിൽ ത്യാഗം വേണം.
അപ്പോൾ അതുകൊണ്ടാണ് അത് ബുദ്ധിമുട്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് ചോദിച്ചു, ആൻഡ് യു ചാരിറ്റർ ഓഫ് അർജുന, വൈ ഡിഡ് യു ടീച്ച് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ ബാറ്റിൽ ഫീൽഡ്? എന്തിനാണ് അങ്ങ് യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട് ഒരു വലിയ പ്രഭാഷണം, അല്ലേ ഞാനിപ്പോൾ നടത്തുന്ന പോലെ ഒരു വലിയ പ്രഭാഷണം അദ്ദേഹം അതിൻ്റെ നടുക്ക് നടത്തി. എല്ലാവരും വളരെ ബുദ്ധിമുട്ടി കാണും കേട്ടോ. യാനയൊക്കെ ഇങ്ങനെ വരിയായിട്ട് നിർത്തിയിരിക്കും. യാന അങ്ങനെ നിൽക്കുമോ ഒരുപാട് സമയം, കുതിരയൊക്കെ. പക്ഷേ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ലെക്ചർ ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഏത് ക്ലാസ് മുറിയിലും വേണേൽ ലെക്ചർ ചെയ്യാം. കാരണം അദ്ദേഹം യുദ്ധക്കളത്തിൽ നിന്ന് ലെക്ചർ ചെയ്ത ആളാണ്. എന്തായാലും നിങ്ങൾക്ക് തന്നെ ഇത് പരീക്ഷിക്കാം. അതിനോട് ചോദിച്ചാൽ രണ്ടുപേരും തമ്മിൽ സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കും. നെക്സ്റ്റ്, എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഒരു പടം കൊടുത്തിട്ട് പടം വ്യക്തമല്ല എങ്കിൽ എന്ത് ചെയ്യാം, അത് എൻഹാൻസ് ചെയ്യാൻ പറഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് പടത്തിനെ മാറ്റിത്തരും. നെക്സ്റ്റ്, നമ്മുടെ പടത്തിൽ ചെറിയ മാറ്റം വരുത്തണമെങ്കിൽ വരുത്താം. ഞാൻ കഥകളിയുടെ പടം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അതിങ്ങനെ എങ്ങുമില്ലാതെ നോക്കുന്നു, അങ്ങനെയല്ലേ എന്നെ നോക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഉടനെ തന്നെ അതിനെ മാറ്റി വരച്ച് തരുന്നു നമ്മളെ നോക്കുന്നതായിട്ട്. ഓക്കെ, ഇതെൻ്റെ പടമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ പടം കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് പുറകിലുള്ള ബാനർ മാറ്റിയിട്ട് ഒരു കേരള സ്റ്റൈലിൽ ഒരു കെട്ടിടം വരയ്ക്കാം. ഞാൻ ഉടനെ വരുത്തി. എന്നിട്ട് ഞാൻ ഇത് ഗൗരവം കൂടി ഇപ്പം ചിരിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ചിരിപ്പിച്ചു. എന്നെ കാർട്ടൂണാക്കാൻ പറഞ്ഞപ്പോൾ കാർട്ടൂൺ മാറ്റി. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ മനുഷ്യന് ചെയ്യാവുന്ന കാര്യമാണ്. മനുഷ്യൻ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് വളരെ ക്രിയേറ്റീവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാധനം ക്രിയേറ്റീവാണ്, നമുക്ക് അതിൽ നിന്ന് സങ്കല്പിക്കാം. നെക്സ്റ്റ് ഇനി ഞാൻ കൂടുതൽ എന്ത് ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചെയ്യാം. ഇതെൻ്റെ പടമാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ മടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതാണ് ഇടതുവശത്ത് കാണുന്നതാണ് ഞാൻ. AI എങ്ങനെയാണ് പഠിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഒരു കവിത എഴുതാൻ പറഞ്ഞാൽ കവിത എഴുതുന്നത് എങ്ങനെയാണ്? എന്നും പഠിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഞാനിവിടെ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ അത് കാണിക്കാൻ പോവുകയാണ്. ഞാൻ കാണിക്കാൻ പോകുന്ന കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അടിത്തറയായിട്ട് ഞാൻ ഈ കാണിക്കുന്ന ലളിതമായിട്ടുള്ളൊരു കാര്യം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് 3 വോളണ്ടിയേഴ്സ് വേണം. ഓക്കെ, ആദ്യം കൈവക്കി, രണ്ടാമത് കൈവക്കി, മൂന്നാമത്. ഓക്കെ, നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ് ഇവരെല്ലാം. ഓക്കെ, വന്നോ. വാ, നീ എവിടെ? നീ ഇവിടെ, നീ നടുക്ക്. നിങ്ങൾ AI മോഡൽ എന്ന് കേട്ടിട്ടുണ്ട്? AI മോഡൽ ChatGPT പറയുന്നത് ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നാണ്. ലാർജ് ലാംഗ്വേജ് മോഡൽ. എല്ലാ AI പടം വരയ്ക്കുന്ന സാധനത്തിനെ മോഡൽ എന്നാണ് പറയുന്നത്. എല്ലാം മോഡലാണ്. എൻ്റെ പേരെന്താ? അതിൻ്റെ ഹരിനന്ദനാണ് നമ്മുടെ മോഡൽ, AI മോഡൽ. ഹരിനന്ദനെ നമ്മൾ AI മോഡലാക്കാൻ പോവുകയാണ് കേട്ടോ. AI മോഡലിന് എന്തും പഠിച്ചെടുക്കാൻ സാധിക്കും. പഠിക്കണമെങ്കിൽ അതിന് നമ്മൾ ഉദാഹരണം കൊടുത്താൽ മതി, അത് പഠിക്കും. ഇതെങ്ങനെയാണെന്ന് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഹരിനന്ദൻ ഇവിടെ നിന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കുറച്ച് മുന്നോട്ട് നീക്കും, കുറച്ചും കൂടെ എടുത്തിട്ട് വന്നു. ഹരിനന്ദൻ ഇവിടെ നിന്നുകൊണ്ട് ഇവർ സംസാരിക്കുന്ന കേൾക്കാൻ പോവുകയാണ്. കേട്ടിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ച് സമയം കേൾക്കണം. കേട്ട് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലായി. ഇനി അവർ ചെയ്യുന്നത് എനിക്ക് ചെയ്യാനൊക്കും എന്ന് നിനക്ക് ഉറപ്പായി കഴിയുമ്പോൾ ഹരിനന്ദൻ കൈപൊക്കണം. അപ്പോൾ ഞാൻ ഇവരെ രണ്ടുപേരും പറഞ്ഞു വിടും. ഇത്രേ ഉള്ളൂ വിഷയം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കാൻ പോവുകയാണ്, ഇദ്ദേഹം കേൾക്കാൻ പോവുകയാണ്. എൻ്റെ പേരെന്താ? അഖിലേഷ്. അഗ്നീഷ്. അഗ്നീഷ് വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യാൻ വേണം. അഗ്നീഷ് കുറച്ച് നമ്പേഴ്സ് പറയും. വളരെ ഭയങ്കര നമ്പർ കൊടുക്കണ്ട, കുറച്ച് സാധാരണ നമ്പർ എടുത്ത് 2, 7, 10 ഇതിനൊക്കെയുള്ള കുറച്ച് നമ്പേഴ്സ് ഉറക്കെ പറയണം. ഒരു മൈക്കും കൊണ്ടുണ്ട്. എന്നാ പിടിച്ചു, ഞാൻ പറയുമ്പം പറഞ്ഞു തുടങ്ങിയത്. ഈ ആഫ്റ്റർ യു സേ എ നമ്പർ, ഷീ വിൽ സേ അനദർ നമ്പർ, ഷീ വിൽ റെസ്പോണ്ട് വിത്ത് അനദർ നമ്പർ. അത് യു ഇഗ്നോർ ദാറ്റ്. പിന്നെ മോളുടെ പേരെന്താ? ശിശിര മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നീ അടുത്ത നമ്പർ പറയും. ശിശിര വീണ്ടും റെസ്പോണ്ട് ചെയ്യും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു 5-6 കഴിയുമ്പോൾ നിനക്ക് മനസ്സിലായെങ്കിൽ നീ കൈപൊക്കുക, അപ്പം നമുക്ക് നിർത്താം. അപ്പോൾ ശിശിരുടെ അടുത്ത് ഞാൻ രഹസ്യമായിട്ട് പറയാൻ പോവുകയാണ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന്. ഓക്കെ,
അയാൾ പറയുന്നത് എൻ്റെ ഇരട്ടി പറയണം, അത്രേ ഉള്ളൂ. ഹി സേസ് 5, 10, 10, 20. ഓക്കെ ഓക്കെ. മോഡലിനെ ട്രെയിൻ ചെയ്യാൻ പോവുകയാണ്. AI മോഡലിനെ ട്രെയിൻ ചെയ്യാൻ പോവുകയാണ്. ഇവർ തമ്മിൽ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞിട്ട് ഇവൻ കുറച്ച് കഴിയുമ്പോൾ പറയും എനിക്ക് മനസ്സിലായി. ആ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ പോലെയുള്ള നമ്പേഴ്സ് ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞാൽ ഹി വിൽ റെസ്പോണ്ട് ദ സെയിം വേ ശിശിര റെസ്പോണ്ടഡ്. അതാണ് ആ മോഡലിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഉദ്ദേശം. മനസ്സിലായല്ലോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ. യു സ്റ്റാർട്ട്. ആ 4, 8, 12, 24, 36, 72, 2, 4, 12, 6, 12, 100, 200, 4, 40, അത് കുഴപ്പമില്ല. 88, 82, 162, 68, കുറച്ച് സിമ്പിൾ നമ്പർ പറ. 136, 7, 40, 20, 40. അവന് മനസ്സിലായി? ആ ഓക്കെ. എന്താ പേര്? ഹരിനാരായൺ. Harinandan has now captured knowledge from the examples he heard. So now I declare him a trained AI model. എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ. അവർ രണ്ടുപേരും പോയി. ഓക്കെ. സോ ഐ ആം ഗോയിങ് ടു നൗ ത്രോ നമ്പേഴ്സ് അറ്റ് ഹിം. ഹി വിൽ റെസ്പോണ്ട് ദ സെയിം വേ ശിശിര റെസ്പോണ്ടഡ്. ഓക്കെ, എല്ലാവരും റെഡി? കേട്ടോണം. 2, 4, 10, 20, 100, 200, 50, 100, 75, 90, 150, 150, 7, 40, 3, 6, 1. 2, ഇവന് ഇത്ര കണക്കറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചെറിയ പ്രയോഗം നടത്താൻ പോവുകയാണ്. ഐ വിൽ ഗീവ് സം ബിഗ് നമ്പേഴ്സ്. 1000, 2000, 10,000, 20,000, 1 crore, 2 crore, 0.5, അര ഹാഫ്, 0.5, 1.5. 3, ഇനി ഞാൻ കുറച്ചും കൂടെ ചലഞ്ച് കൊടുക്കാൻ പോവുകയാണ്. -1, -2, -2, -2, -5, -10. -10. Do you think he has understood what they were doing? He is reproducing that behavior. പോയിരുന്നു. Well done. AI model. Even though it looked very trivial, this is what ChatGPT does. So now I will introduce a new term to you. What do you think the Harinarayanan എന്നാണ് പേര്? Harinandan. What do you think Harinandan did? I will give you a choice. 1. Did he record all that those two people said? ആദ്യത്തെ ചോദ്യം. അടുത്തുള്ളവരോട് സംസാരിക്കുമെന്ന്, അങ്ങനെയാണോ എന്ന് പറയും. സംസാരിക്കും. No. Did he remember all that they said എന്നാണ് ചോദ്യം. അത് മാത്രം ഉത്തരം പറഞ്ഞത്. Okay, please speak out your answer. No. Okay. Good. So he did not record everything that they said. There is no need for it.
നമുക്ക് ഹരിനന്ദൻ്റെ അടുത്തും കൂടെ ചോദിക്കാം. നമ്മൾ തീരുമാനിച്ചാൽ പോരല്ലോ അല്ലേ. ഹരിനന്ദൻ അവർ പറഞ്ഞ എല്ലാം ഓർത്തു വെച്ചിട്ടുണ്ട്? ഇല്ല, ഹരിനന്ദനെ ഓർത്തു വെച്ചിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം, ഞാൻ പുള്ളിയെ ടെസ്റ്റ് ചെയ്തല്ലോ. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ച നമ്പറാണോ ഞാൻ ഉപയോഗിച്ചത്? വെരിഫിക്കേഷൻ വേണ്ട. കാരണം 1 കോടിയെന്നോ മൈനസ് നമ്പറെന്നോ ഫ്രാക്ഷനോ ഒന്നും ഇദ്ദേഹം ഉപയോഗിച്ചില്ല. ഞാൻ പക്ഷേ അതൊക്കെ ചോദിച്ചു. പുള്ളി കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ഒബ്സർവേഷൻസാണ്. AI does not just remember things it heard. It captures an essence of what they did. And therefore, it is able to respond to things which it has never heard. നേരത്തെ കേട്ടിട്ടില്ലാത്ത ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും. ഇനി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഹി റിമെമ്പർ? ഇവർ പറഞ്ഞതെല്ലാം ഓർത്തു വെച്ചില്ല, പക്ഷെ എന്തോ ഒരു കാര്യം ഓർത്തു വെച്ചു. അതെന്താണ്? ആ പാറ്റേൺ എല്ലാം ഓർത്തു വെച്ചതല്ല, എന്തോ ഒരു കാര്യം ഓർത്തു വെച്ചു. ഞാനിപ്പോൾ പുള്ളിയെടുത്ത് ചോദ്യം ചോദിച്ചു പറഞ്ഞാൽ പുള്ളി മറുപടി പറഞ്ഞാൽ എങ്ങനെയാണ്? എന്തോ ഓപ്പറേഷനാണ്? ബൈ വാട്ട്? സോ എസെൻഷ്യലി ഇദ്ദേഹം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവർ തമ്മിൽ സംസാരിച്ചതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്നയാൾ പറയുന്നതിനെ 2 കൊണ്ട് ഗുണിച്ചിപ്പുറത്തേക്കുന്ന ആൾ പറയുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ *2 എന്നാണ് പുള്ളി റിമെമ്പർ ചെയ്തത്, നോട്ട് ദ ഡേറ്റ. *2 is the essence of what they were doing. ആ *2 എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ വെച്ചാൽ പിന്നെ അതിൽ 2 മാത്രമേ ഉള്ളൂ, ബാക്കി 2. So I would say he remembered the number 2. Friends, this number 2 is called, ഏഴിലകത്ത് അതിന് വളരെ ഫേമസ് ആയിട്ടൊരു പേരുണ്ട്, ഞാൻ അത് പറയാൻ പോവുകയാണ്. അതിൻ്റെ പേരാണ് പാരാമീറ്റർ. പാരാമീറ്റർ. അവർ തമ്മിൽ സംസാരിച്ചതിനെ ഒരു പാരാമീറ്ററായിട്ട് കാച്ചിക്കുറുക്കി എടുത്തു. ദാറ്റ് പാരാമീറ്റർ ഈസ് 2, ഇറ്റ് ഈസ് എ നമ്പർ. ഇനി ഞാൻ ഒരു ജമ്പ് ചെയ്യാൻ പോവുകയാണ്, ഹനുമാൻ ശ്രീലങ്കയിലോട്ട് ജമ്പ് ചെയ്ത പോലെ. ഇൻ ഐഡിയ, ഫ്രം വാട്ട് ദേ ഡിഡ് ഐ ആം ജമ്പിങ് ടു ChatGPT. വാട്ട് ഈസ് ChatGPT ഡൂയിങ്? ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നു, ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നു. അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ബംഗാളിയിലും ഒക്കെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ChatGPT ഇവിടെ നിന്ന് കേൾക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം, അത് ഈ എക്സാമ്പിളുമായിട്ട് സിമിലർ അല്ലല്ലോ. കാരണം ഇവിടെ സംസാരിക്കുകയാണ്, ശബ്ദമാണ്, അക്ഷരങ്ങളാണ്, വാക്കുകളാണ്. മറ്റേ അവിടെ നമ്പറായിരുന്നു. അപ്പോൾ അതിന് ഞാൻ വളരെ ലളിതമായിട്ടൊരു ഉത്തരം പറയാം. വേറൊരു അവസരത്തിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യാം. ഇൻ ദ കമ്പ്യൂട്ടർ എവറിത്തിങ് ഈസ് നമ്പേഴ്സ്. എവറിത്തിങ് ഈസ് നമ്പേഴ്സ്. വിശദാംശമൊക്കെ നമുക്കറിയാം. എവറിത്തിങ് ഈസ് നമ്പേഴ്സ്. നമ്മൾ പാട്ട് പാടിയാൽ അത് നമ്പറാണ്. നമ്മൾ പടം വരച്ചാൽ, ഫോട്ടോ എടുത്താൽ അത് നമ്പറാണ്. നമ്മൾ ടൈപ്പ് ചെയ്താൽ അത് നമ്പറാണ്. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യാൻ കമ്പ്യൂട്ടർ മുമ്പിൽ പോയി A എന്ന് ടൈപ്പ് ചെയ്തു. സ്ക്രീനിൽ A എന്ന് കണ്ടു, കീബോർഡിൽ A എന്നാണ് അമർത്തിയത്. പ്രിൻ്റ് ചെയ്താൽ A കിട്ടും. പക്ഷേ ആക്ച്വലി കമ്പ്യൂട്ടറിനകത്ത് A ഇല്ല. കമ്പ്യൂട്ടറിനകത്ത് ഉള്ളി ഇത് നമ്പർ 65. A എന്ന് ടൈപ്പ് ചെയ്താൽ 65 എന്നാണ് അത് മനസ്സിലാക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. സോ എവറിത്തിങ് ഈസ് നമ്പേഴ്സ്. അപ്പോൾ രണ്ടുപേരിൽ നിന്ന് സംസാരിച്ചാൽ അത് നമ്പറാണ്. അതിൻ്റെ അർത്ഥം ഈ നമ്മൾ പറഞ്ഞ മോഡൽ, നമ്മളിവിടെ കാണിച്ച ഡെമോൺസ്ട്രേഷൻ ഈസ് വെരി ട്രൂ. ഒരുപാട് നമ്പേഴ്സാണ്, ഇങ്ങനെ തുറ നമ്പേഴ്സ് പറയുകയാണ് ഇവിടെ നിൽക്കുന്ന ആൾ, ഇപ്പുറത്തും നമ്പേഴ്സ് പറയുകയാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? സോ ദ മോഡൽ ദാറ്റ് വി ഡെമോൺസ്ട്രേറ്റഡ് ഇസ് സെയിം ഫോർ ChatGPT. ഓൺലി തിങ് ഇസ് ദാറ്റ് ഇറ്റ്സ് ടു മെനി നമ്പേഴ്സ് ബീങ് എക്സ്ചേഞ്ച്ഡ്. പക്ഷേ അത് നമ്മുടെ പ്രശ്നമല്ല, അത് കമ്പ്യൂട്ടർ നോക്കിക്കോളും. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ഈസ് ഫാർ ബിഗർ ദാൻ അസ്. യു ക്യാൻ ബൈ മോർ ആൻഡ് ആഡ് മോർ ബ്രെയിൻ ടു ഇറ്റ്. അതുകൊണ്ട് അതിനതൊന്നും പ്രശ്നമല്ല. അത് ഈ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന കേട്ടിട്ട് *2 എന്ന് പറഞ്ഞ പോലെ മെനി നമ്പേഴ്സ്. നമ്മളതിനെ W എന്നാണ് അതിനെ പറയുന്നത്. *W1 + *W2 + *W3 + *W4 കുറേ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷനായിട്ട് അത് കാച്ചിക്കുറുക്കി എടുക്കും.